ഹായ് ഡിയേഴ്സ്, അപ്പൊ നിങ്ങൾ കാത്തിരുന്ന VHSC ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട്. എല്ലാ കുട്ടികളും അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ 14-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ നേടണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് 14-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അതിന്റെ പെർമനന്റ് അപ്പോയിന്റ്മെന്റ് എടുക്കണം. 14-ാം തീയതി 1 മണി വരെയാണ് സമയമുള്ളത്. പെർമനന്റ് അഡ്മിഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. നിങ്ങൾ ആദ്യം അതേ സ്കൂളിൽ തന്നെയാണെങ്കിൽ അവിടെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഗ്രൂപ്പ് ട്രാൻസ്ഫർ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വേറൊരു സ്കൂളിലേക്കാണ് നിങ്ങൾ മാറുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ രേഖകളും ആദ്യത്തെ സ്കൂളിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ VHS ക്യാപ് എന്ന സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് എന്നുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഏത് സ്കൂളിലാണ് ലഭിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. വേറെ ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എങ്ങനെ നടത്താം എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണുക. അപ്പൊ നമ്മൾക്ക് എവിടെയും ലഭിക്കാത്ത കുട്ടികൾ ഉണ്ടാകും. ഒരു സ്കൂളിലും അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അത് ഹയർ സെക്കൻഡറിയിലും വിളിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടിലും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് രണ്ടിലും കൊടുക്കുക. നമുക്ക് ഏറ്റവും വേഗം സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സ്കൂളിലേക്കുള്ള വേക്കൻസികളും സൈറ്റിലുണ്ട്. അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് നിങ്ങൾ സപ്ലിമെന്ററി അപേക്ഷയ്ക്ക് കൊടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ, ഒരു കാര്യം കൂടി, VHSCയിൽ സപ്ലിമെന്ററി അപേക്ഷിച്ച കുട്ടികൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. നിങ്ങൾ അതായത് പുതുതായിട്ട് അപേക്ഷിക്കുന്ന കുട്ടികളും ഉണ്ടാവും. ഒട്ടും നമ്മുടെ സിംഗിൾ വിൻഡോയിൽ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളും ഉണ്ടാവും. എക്സാം എഴുതിയതോ വല്ല കാരണങ്ങൾ കൊണ്ടൊക്കെ അപേക്ഷിക്കാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി ക്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ലോഗിൻ വഴി കാൻഡിഡേറ്റ്സ് ലോഗിൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് അപ്ലൈ ഓൺലൈൻ ലിങ്ക് വഴി അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ വഴി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതും, ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വഴി അപേക്ഷ കാണാവുന്നതും, നിങ്ങൾ എവിടേക്കാണോ അപേക്ഷിച്ചത് അതൊക്കെ അവിടെ കാണാൻ പറ്റും. ആവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം അപേക്ഷയിൽ വേണ്ട തിരുത്തലുകൾ വരുത്താവുന്നതുമാണ്. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തണം. അവിടെ ലാസ്റ്റ് കൺഫർമേഷൻ ബട്ടൺസ് ഉണ്ടാവും. അത് നിങ്ങൾ കൺഫേം ചെയ്യണം. ഒന്നും കൂടി പറയാണ്, ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി കണക്കിലെടുക്കാതെ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കൂളിലെ ആവശ്യമുള്ള കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി ഒരു കുട്ടിക്ക് അതിൽ വേക്കൻസി കുറവാണെങ്കിൽ, ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ആ സ്കൂൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ആയിട്ട് അത് കൊടുക്കുക, ഫസ്റ്റ് ഓപ്ഷൻ അത് കൊടുക്കാവുന്നതാണെന്നും പ്രത്യേകം ഓർമ്മിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ ആദ്യം കൊടുക്കുക, എന്നിട്ട് അങ്ങനെ കൊടുക്കുക. വേക്കൻസിയുടെ കാര്യം നിങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 14/10/2020 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കണം. അത് സപ്ലിമെന്ററിയുടെ കാര്യമാണ്. ട്രാൻസ്ഫറും ഇതേപോലെ 14-ാം തീയതിക്കുള്ളിൽ തന്നെ 1 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇതേപോലെ തന്നെ +2ന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റും ഉണ്ട്. അതും നമ്മൾക്ക് കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിലും നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ട്. 14-ാം തീയതി വൈകുന്നേരം വരെ അപേക്ഷ സമർപ്പിക്കാം. അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ HS ക്യാപ്പിൽ പോയിട്ട് കാൻഡിഡേറ്റ്സ് ലോഗിൽ പോയിട്ട് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഒപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കണോ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മളിടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.